വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. അതെ, ഇന്ന് തേക്കടി അമ്പലത്തിൻ്റെ തിരുനടയിലാണ് ഞങ്ങൾ രാവിലെ ഉള്ളത്. രാവിലെ വന്ന് തേക്കടി അമ്മയെ തൊഴുതു. എന്നിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചത്. ഇതാണ് തേക്കടിയിലേക്ക് പോകുന്നവർക്കെല്ലാം കാണാൻ പറ്റും റോഡ് സൈഡിൽ തന്നെ ഈ അമ്പലം. അപ്പം ഇത് ഞങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഇടവക അമ്പലം എന്നൊക്കെ പറയുന്ന അമ്മ തേക്കടി അമ്മയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തിയാണ്. തേക്കടി ലാൻഡിങ്ങിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ അമ്പലം. അമ്പലത്തിന് തൊട്ട് പുറകിലാണ് ഷട്ടർ എന്ന് പറയും. തമിഴ്നാടിന് വെള്ളം കൊണ്ടുവന്നത് ഈ ഷട്ടറിൽ കൂടിയാണ്. ആ ഷട്ടർ തുറന്നു കഴിഞ്ഞാലാണ് അവർക്ക് വെള്ളം കിട്ടുന്നത്. അതുപോലെ തന്നെ തേക്കടിയാറ്റിൽ എന്ത് വീണാലും, മൃഗമാവട്ടെ മനുഷ്യനാവട്ടെ, എന്ത് സാധനം വീണാലും അത് ഇവിടെ വന്നിട്ടാണ് പൊങ്ങുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. കാണുമ്പോൾ ഒരു ചെറിയ കൈത്തോട് പോലെ തോന്നും അല്ലേ, പക്ഷെ ഭയങ്കര ആഴമാണ്. അവിടെ തേക്കടിയാറിൻ്റെ എൻഡാണിത്. പിന്നെ ആ ഷട്ടർ അവിടുന്ന് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതച്ച് പോരുകയാണ്. അപ്പോൾ എല്ലാവരെയും ഈ ചെറിയൊരു കാഴ്ച, അവരങ്ങോട്ട് സെക്യൂരിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അവർ നമ്മളെ സമ്മതിക്കില്ല ഫോട്ടോയും എടുക്കാൻ. അതിൻ്റെ സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമാണ്. അവിടുന്ന് തൊഴുത് ഞങ്ങൾ നേരെ വന്നത് റോസ് പാർക്കിലേക്കാണ്. തേക്കടി റോസ് പാർക്ക് അതൊരു കാണേണ്ട സംഭവമാണ്. പോയി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരുടെ കൂടെയാണ് ഞാൻ പോയത്. ഇന്നലെ എൻ്റെ കൂട്ടുകാരോടെ ഞങ്ങൾ കാൽവരി മൗണ്ട് പോയി. ഇന്ന് ചേച്ചിയുടെ കൂട്ടുകാരോടെ റോസ് പാർക്ക്. നമ്മൾക്ക് എല്ലാവരും കൂട്ടുകാരില്ലല്ലേ. നല്ല കൊച്ചു വെള്ളം കണ്ടോ, അതിൽ നിറയെ ചെടി വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു രസമില്ല കാണാൻ വേണ്ടിയിട്ട്. നല്ല ആംബിയൻസ് ഒക്കെ ആണ് കേട്ടോ അവിടെ. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ഇടുക്കി തേക്കടി ആയതുകൊണ്ട് പറയല്ല, പക്ഷെ നല്ലതാണ്. കുട്ടികളെയും കൂട്ടി പോകുന്നവർക്കൊക്കെ ഭയങ്കര രസമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ. കുറേ ഏക്കറുണ്ട്, എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും എല്ലാ കാഴ്ചകളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ, മുന്തിരി കായ്ച്ച് കിടക്കുന്നുണ്ടോ, പച്ചയാണ്, നല്ല പച്ചയാണ്, നല്ല പുളിയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പണ്ട് കുറുക്കം പറഞ്ഞ പോലെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവിടെ എന്താണ് ഈ പറയുന്നത്, വണ്ടിയല്ലേ, പണ്ടത്തെ ഒരു ഉന്തുവണ്ടിയുടെ സ്റ്റൈലല്ലേ, അതൊക്കെ ഉണ്ട്. ഇതുണ്ട്, കുതിര സവാരിയൊക്കെ ഉണ്ട്. കയറിയില്ല, ഇതിന് നമ്മൾ വേണ്ടാത്ത പണിക്ക് പോകുന്നതെന്ന് ഓർത്തിട്ട് ആ വഴിക്ക് പോയില്ല. 2-3 കുതിരയൊക്കെ ഉണ്ട് അവിടെ, സവാരിക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നിറയെ മരങ്ങളും തണലും. അപ്പം നമുക്കിങ്ങനെ കുറച്ച് പേർക്കൊക്കെ പോയാൽ, എത്ര പേർക്ക് പോയാലും അവിടെ പോയിരുന്ന് ഇങ്ങനെ വർത്താനം പറയാം. ആഹാ, ഒരു ചാമ്പ കണ്ടോ, നിറഞ്ഞ് നിൽക്കുകയാണ്, നിറച്ചും ചാമ്പങ്ങയുണ്ട്. ഇതൊന്നും വവ്വാലിനൊന്നും വേണ്ടെന്നോ. നമ്മുടെ ഇവിടെയൊക്കെ ഒരു 10 ഉണ്ടായി അന്നേരം വവ്വാൽ വന്ന് തിന്നും. അതാ ഒരു കൂട്ടൻ കാട്ടുപോത്ത് നിൽക്കുന്ന കണ്ടോ, അവൻ്റെ നോട്ടം കണ്ടോ, കിടുക്കാച്ചിയല്ലേ. ചെടികളും നിറയെ ഭയങ്കര അതിങ്ങനെ നന്നായി അതിനെ വെട്ടി നല്ല കെയറിങ് ചെയ്യുന്നുണ്ട്. അവിടെയും ബംഗാളികളെ അങ്ങനെ കണ്ടില്ല കേട്ടോ, മലയാളികൾ തന്നെയാണ് അവിടെ ഉള്ളവരെല്ലാം. നല്ലൊരു ഗാർഡൻ. റോസ് പാർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നല്ല ഗാർഡൻ. നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പുൽത്തകടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാം, കുട്ടികൾക്ക് ഓടി കളിക്കാം, വീഴുകയില്ല, കാല് പൊട്ടുകയില്ല അല്ലേ. ഇതിവിടെ സൈക്കിൾ റൈഡിങ് ഉണ്ട് കേട്ടോ, വാട്ടർ സൈക്കിൾ. അത് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കഴിഞ്ഞായിരുന്നു. കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങളവിടെ കണ്ടത് ബോട്ടിംഗ് ആണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ചെന്നിട്ട് ഒന്നിലും കയറാതെ പോരുന്ന മോശമല്ലേന്ന് ഓർത്ത് ഞങ്ങൾ ചാടിക്കയറി ബോട്ടിംഗ് എടുത്തു. ബോട്ടിന് ടിക്കറ്റൊക്കെ എടുത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് പെഡൽ ബോട്ടാണെന്ന്. ആഹാ, 8ൻ്റെ പണിയായി. നമ്മൾ തന്നെ ചവിട്ടി പോകണ്ടേ. ഞാനും ചേച്ചിയും ചേച്ചിയുടെ 3 കൂട്ടുകാരും കൂടെയാണ് പോയത്. ചേച്ചി, മേഴ്സി ചേച്ചി, ശ്രീകുമാരി ചേച്ചി, അവർ 3 പുറകെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാനും ചേച്ചിയും കൂടെയാണ് പെഡൽ ചവിട്ടാൻ റെഡി ആയിട്ടിരുന്നത്. ഒന്നും നീങ്ങുന്നേയില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നവരുടെ, അവരൊന്ന് ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവർക്കാർക്കും പറ്റത്തില്ല, 5 പേർക്കല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു തരത്തിൽ എങ്ങനെയോ ഞങ്ങൾ ചുറ്റി കറങ്ങി ഫിനിഷിംഗ് പോയിന്റിൽ എത്തി കേട്ടോ, സക്സസ് ആയി. പിന്നെ കണ്ടത് സൈക്ലിംഗ് ആണ്. ഇത് കണ്ടോ, റോപ്പ് സൈക്കിൾ എന്ന് പറയും. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിലൊന്നും കയറി വെറുതെ പണി എരന്ന് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയില്ല. കുട്ടികൾക്കുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർ പറഞ്ഞ എല്ലാവർക്കും കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ തലയ്ക്ക് മീതെ കൂടി ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി എനിക്ക്. അങ്ങോട്ടാ മോൻ പോയി, ഇങ്ങോട്ട് മോള് വരുന്നു. ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് നല്ല സേഫാണ് പിള്ളേർ. കാരണം അവിടെ റിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല.
കണ്ടോ? അത് കണ്ട് നോക്കി ഇങ്ങനെ നിന്നു. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഭയങ്കര അതെനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. ആ ഇവിടെ കണ്ടോ രാമച്ചാര് കിടപ്പുണ്ട്. അങ്ങനെ നീണ്ടു നിവർന്ന് ആ പുൽത്തകിടിയുടെ അറ്റത്ത് കിടക്കുകയാണ് ആമച്ചേട്ടൻ. അങ്ങനെ കുറേ ഇത് കല്ലിനെ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ പോകുന്നവർക്ക് കാണാനും കളിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. ചെടികളൊക്കെ അങ്ങനെ പല രൂപത്തിൽ വെട്ടിവിട്ടിരിക്കുന്നതും ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ പോണം അവിടെ. കാരണം അവിടെ മണ്ണിൽ കൂടെ എല്ലാം ഇങ്ങനെ കളിച്ച് നടക്കുമ്പോഴേ എപ്പോഴും ഒരു വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച്. അവിടെ ഒരു കൊമ്പൻ കണ്ടോ? അവൻ്റെ കൊമ്പ് കണ്ടോ? സൂപ്പറല്ലേ? അപ്പം തേക്കടിക്കാട്ടിൽ ഏതോ ഒരു കൊമ്പനാണ്. അരിക്കൊമ്പനാണോ എന്നറിയത്തില്ല. ഏറുമാടമുണ്ട്. പിന്നെ ഇങ്ങനെ അവിടെ ഫുട്ബോൾ കുറേ കുട്ടികൾ കൂടി നിന്നിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നല്ല വലിയൊരു ഗ്രൗണ്ട്. കുറച്ച് സമയം അത് കണ്ടിങ്ങനെ നോക്കി നിന്ന് പോയി. നല്ല രസമില്ലേ? പക്ഷെ ആ ഗ്രൗണ്ടിൻ്റെ നടുക്ക് ഒരു എമുപക്ഷിയുടെയൊക്കെ പ്രതിമയുണ്ട്. അങ്ങോട്ട് പോയില്ല. കാരണം പിള്ളേർ നല്ല ആവേശത്തിൽ ഫുട്ബോൾ കളിക്കുക. അതെങ്ങാനും ചീറിപ്പാഞ്ഞ് വന്ന് കൊണ്ടാൽ പണി കിട്ടണ്ടല്ലോ എന്നോർത്തു. എന്താ കുതിരസവാരിക്ക് റെഡി ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ പൊന്താ ഞാൻ ആ എമുപക്ഷി കണ്ടോ? പക്ഷെ അങ്ങോട്ട് ഞാൻ പോയില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കളികളൊക്കെ ഉണ്ട്. കാർ റേസിങ്ങും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, പേരൻസും അതിലുണ്ട്. ഓ ഒരു മുതലച്ചാര്, നല്ലൊരു കുളമുണ്ട്. കുളത്തിൽ നിറച്ചും മീനും, നല്ല കളർഫുള്ളായ മീനുകൾ. ആകെ മൊത്തം ടോട്ടലി അടിപൊളിയാണ്. പിന്നെ അവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിറയെ പ്ലാവുണ്ടേ. പ്ലാവിൽ മുഴുവൻ ചക്കയുണ്ട്. ഞാൻ കണ്ണ് വെച്ചിട്ട് പോന്നു. അതും എല്ലാ പ്ലാവിലും നിറച്ചും ചക്കയുണ്ട്. ഇത് എന്ത് മാജിക്കാണാവോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാം ഇങ്ങനെ വിണ്ട് പൊളന്നൊക്കെ നിൽക്കുന്നുണ്ട്. അവരാരും പറിക്കുന്നില്ലെന്ന് തോന്നുന്നു. പൂ തൊടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ചക്ക പറിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മിണ്ടാതിങ്ങി പോകുന്നു കണ്ടിട്ട്. ചക്കയൊക്കെ നമ്മുടെ വീക്ക്നെസ് അല്ലേ? ഇത് കണ്ടോ? വിണ്ട് ഇങ്ങനെ പിളർന്ന് കിടക്കുക. മുളയൂഞ്ഞാൽ അത് നല്ലതല്ലേ? പിന്നെ കുട്ടികൾക്കുള്ള ക്ലൈമ്പിംഗ് റോപ്പ് ഉണ്ട്. ഇതാ ഒരു ഉന്തുവണ്ടി, പണ്ടത്തെ ഉന്തുവണ്ടിയുണ്ട്. പിന്നെ കച്ചിത്തൂറ് കണ്ടോ? അത് നിങ്ങൾക്കറിയാം. പണ്ടൊക്കെ വീട്ടിലിങ്ങനെ ചെയ്തു വെക്കുമായിരുന്നു. ഈ നെല്ലിൻ്റെ കറ്റ തല്ലി കഴിഞ്ഞാൽ കച്ചിയുണ്ടല്ലോ, അതിങ്ങനെ തുറു ഇടുക എന്ന് പറയാം. ഓരോ നാട്ടിലെങ്ങനെയാ പറയുന്നില്ല. അതപ്പോൾ അടുത്ത കൊല്ലം വരെയും മഴ നനഞ്ഞാലും വെള്ളമൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുകയില്ല. അങ്ങനെ ഉണ്ടാവുമായിരുന്നു. അതിനാ കച്ചിത്തുറു എന്ന് പറയുന്നത്. നേരത്തെ കണ്ടത്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. പിള്ളേരെല്ലാം കിടന്ന് കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പൊക്കി 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 കൊണ്ടുപോയിട്ട് എടുത്തങ്ങാണ് അടിക്കുകയാണ്. പിള്ളേരെന്തൊരു ബഹളാന്നറിയണം. എത്ര ഉയരത്തിലാണ് നോക്കുന്നു. കണ്ടു നിന്ന് എനിക്ക് കൂടെ തല ഇറങ്ങിപ്പോയി. പിന്നെ പിള്ളേരുടെ കാര്യം പറയണോ? ആ കുട്ടി കിടന്നുകൊണ്ട് അലറി കൂവുന്നുണ്ടായിരുന്നു. ഇറക്കോ ഇറക്കോ എന്ന് പറഞ്ഞിട്ട്. ഇത്ര സമയമല്ല, കുറേ സമയം കൂടെ നിൽക്കും. പക്ഷെ അവള് ഭയങ്കര ബഹളമായിരുന്നു. ഇതാ നോക്കിക്കേ, ആ സംഭവം കൂടെ ആദ്യത്തെ പിന്നെ കണ്ടോ, എടുത്ത് നിലത്തങ്ങോട്ട് തല കറങ്ങും അല്ലേ? വയറിലെ കുടലുമാലയെല്ലാം മുകളിലെത്തുന്ന ഒരു സ്റ്റൈല്. ഭയങ്കര രസമായി. പിള്ളേർക്കത് ഇഷ്ടമുള്ളവർക്ക് എൻജോയ് ചെയ്യാം അല്ലേ? അല്ലാതെ എന്നെ പോലെയുള്ളവർക്ക് മിണ്ടാതെ നോക്കി നിന്ന് കണ്ടുവെച്ചെങ്കിൽ പോരാ. അത്രയേ ഉള്ളൂ. എന്താ ഈ കുട്ടി അങ്ങനെ ഭയങ്കര ബഹളം വെച്ചില്ല. പക്ഷെ മറ്റേ കുട്ടി ഭയങ്കര ബഹളമായിരുന്നു. ഇവളത് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാലും ഭയങ്കര ഇതല്ലേ? എത്ര ഉയരത്തിലാണെന്നറിയോ? നല്ല ഭംഗിയില്ലേ? നല്ല കളറുള്ള ആമ്പലും താമരയും ഒക്കെയുണ്ട്. അത് ഞാൻ പറഞ്ഞ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കാണാത്ത കുട്ടികളുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ കച്ചിത്തുറു എന്നൊക്കെ പറയുന്നതൊന്നും എൻ്റെ മോൻ പോലും കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ അവിടെയുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണേണ്ട ഒരുപാട് കാഴ്ചകൾ റോസ് പാർക്കിലുണ്ട്. അപ്പോൾ തേക്കടി സന്ദർശിക്കാൻ പോകുന്നവർ എന്തായാലും റോസ് പാർക്കിനെ മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. താമര താമരക്കുളത്തിനുള്ളിൽ കണ്ടോ ചുണ്ടൻ വള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ റോസ് പാർക്ക് തുടങ്ങിയ കാലത്ത് നമുക്ക് ഈ ചുണ്ടൻ വള്ളത്തിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. ഇപ്പൊ പറ്റത്തില്ല. ഇതാ ഒരു കൂറ്റൻ കാളയും ഒരു കാളവണ്ടിയും. ഇതൊന്നും ഇപ്പോഴത്തെ ആർക്കെങ്കിലും അറിയാം? കുട്ടികൾക്ക് ആർക്കും അറിയത്തില്ല. കാളവണ്ടി കണ്ടോ? പണ്ടൊക്കെ അല്ലേ? ഇതാ അത് കച്ചിത്തുറു കണ്ടോ? വീണ്ടും കച്ചിത്തുറു അവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതിനെന്താ പേര് പറയുന്നതെന്ന് ഒന്ന് പറയണേ. പണ്ട് കാലത്ത് എല്ലാ പശുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഇങ്ങനെ. നമ്മൾ നേരത്തെ കണ്ട മുളയൂഞ്ഞാലില്ലേ, അതിൽ കയറി ഞങ്ങൾക്ക് ഊഞ്ഞാലാണെന്ന് തോന്നി. അതിലൂടെ 2 കുട്ടികൾ പോയി. അവരോട് ചോദിച്ചപ്പോൾ ഞാൻ എന്താ ആട്ടിത്തരാലോ എന്ന്. അവർ വന്ന് ഞങ്ങളെ ഊഞ്ഞാലാട്ടി. ഭയങ്കര സന്തോഷം തോന്നി. മനസ്സ് കണ്ട് ആ കുട്ടിക്കാലത്തേക്ക് ഒരു തിരിച്ചുപോക്കല്ലേ. എല്ലാവരും കൂടി എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ചേച്ചി മാത്രം മാറി നിന്നേച്ചു. പുള്ളിക്കാരിക്ക് ഇത് വേണ്ട, കയറുന്നില്ല എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് ആടുന്ന ഊഞ്ഞാൽ. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു. ഊഞ്ഞാലാടി കഴിയുമ്പോൾ ഊഞ്ഞാലിനെ നമ്മളിങ്ങനെ ആട്ടി വിടത്തില്ലായിരുന്നോ? ഊഞ്ഞാലേ ആടി വാ എന്ന് പറഞ്ഞിട്ട്.
ഇത് നമ്മുടെ പണ്ടത്തെ ഊഞ്ഞാൽ. എനിക്കതിൽ കയറി എന്നിട്ട് സ്വന്തമായിട്ട് നാടണം തോന്നി. ഞാൻ ഇങ്ങനെ കാല് കുത്തി കുത്തി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മെഴ്സി ചേച്ചി വന്നിട്ടുണ്ട് ചാട്ടി വിടണമെന്ന്. ഓ ഞാൻ ഹാപ്പിയായി. ഞാൻ പറഞ്ഞു ഒന്ന് ആട്ടി വിട്ടേക്ക് ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി നല്ല ഉയരത്തിൽ ആയത്തിൽ ആട്ടി വിട്ടു. അപ്പം ഞാൻ അങ്ങനെ ആ ഊഞ്ഞാലിലും കയറി നന്നായിട്ട് ആടി കുട്ടിക്കാലത്ത് കൂടെ പോയി ഇങ്ങി വന്ന് ഞാൻ ഒറ്റ ഓട്ടത്തിന് കുട്ടിക്കാലത്ത് എത്തി തിരിച്ചു വന്നു. ഇതോ ഇവിടെ കണ്ടോ, ആ ചെടി കണ്ടോ? ഇതിനെന്നാ പറയുക നിങ്ങൾ? ഞങ്ങൾ ഇതിന് മയിൽ ചെടി എന്നാണ് പറയുന്നത് കേട്ടോ. ആ മയിൽ ചെടിയേയും കണ്ടു. നല്ല വലിയ പൂക്കളല്ലേ കണ്ടു. ഇത് കണ്ടോ, പുരാതന, അത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ പാത്രങ്ങളും അവിടെ ഉണ്ട്. ഒരലും ഒലക്കയും ആട്ടുകല്ലും അമ്മിക്കല്ലും മറ്റേ തിരികല്ല് ഭസ്മക്കൊട്ട എന്ന് വേണ്ട സകല, നോക്കി ഭസ്മക്കൊട്ടയൊക്കെ എന്ത് വലുപ്പമല്ലേ. അതിലാരോ കൊണ്ട് വേസ്റ്റ് ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നു. വലിയൊരു മണിയും എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ. ഭരണി, ചീനഭരണിയില്ല, പണ്ടത്തെ ചീനഭരണി. ഈ മയിൽപ്പൂവിന് നിങ്ങൾ എന്താ പേര് പറയുന്നതെന്ന് ഒന്ന് പറയണേ. ഇത് ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരികളും കൂടെ അതാ മഞ്ഞമുളം ചോട്ടിൽ നിന്ന് കഥ പറയാണ്. ഒരു ചേച്ചി തിരിച്ചു പോയി, ഗസ്റ്റ് വന്നെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഭയങ്കര രസമല്ലേ അവർക്കൊക്കെ അവരുടെ പണ്ടത്തെ കൂട്ടുകെട്ടോട്ട്. ഇത് അത്താണിക്കല്ല്, ചുമടുതാങ്ങി എന്നൊക്കെ പറയല്ലേ. നെല്ല് കാണാത്ത കുട്ടികൾക്കായിട്ട് നെൽകൃഷിയുണ്ട് അവിടെ. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാത്തതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ തൊട്ടറിഞ്ഞ് കണ്ട് അനുഭവിച്ചറിയാനുള്ള ഒരു സ്ഥലം കൂടിയാണ് റോസ് പാർക്ക് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. റോസ് പാർക്കിൽ കയറി സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് ഇടുക്കിയോട്, തേക്കടിയോട് ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിയിലെ കാഴ്ചകൾ കണ്ടോ. തേയിലക്കാടുകൾ പച്ച പുതപ്പിച്ചിരിക്കുന്ന മലഞ്ചെരിവുകളാണ് ഇടുക്കിയുടെ ഹൈലൈറ്റ് അല്ലേ. ഒരു പച്ച പുതപ്പ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന പോലെ തോന്നില്ലേ. കുട്ടിക്കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് തേയിലയുടെ മുകളിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുമെന്ന്. കാരണം അതിനിങ്ങനെ പരന്നല്ലേ കാണുന്നേ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഈ കാഴ്ചകളും ഈ അനുഭവങ്ങളും മായാതെ മറയാതെ മങ്ങാതെ മനസ്സിൽ നിൽക്കട്ടെ. അടുത്ത ഞങ്ങളുടെ വരവിലേക്കുള്ള പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബായി മാറട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.